പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കയുടെ അംഗബലം പൂർണ്ണമായും തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ രാജ്യത്ത് ഈ ഒരു യുദ്ധമുഖത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യുദ്ധം നിലനിൽക്കെ തന്നെ US ഭരണകൂടത്തിൽ നിന്നും US നാവികസേനാ മേധാവിയെ US ഭരണകൂടം തന്നെ പുറത്താക്കിയതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായിരിക്കെ US നാവികസേനാ മേധാവി ജോൺ ഫീലിയനാണ് ഇപ്പോൾ പുറത്തുപോയിരിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ അഭിപ്രായ ഭിന്നതകളെ തുടർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ നാവികസേനാ മേധാവി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം തുടർന്ന നിർണായക ഘട്ടത്തിൽ കൂടിയാണ് ഈ നടപടി വന്നിരിക്കുന്നത്. ജോൺ സ്ഥാനം ഒഴിയുന്നതിനെ കുറിച്ച് പെന്റഗൺ പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ തീരുമാനം അദ്ദേഹം സ്വന്തം നിലയ്ക്ക് കൈമാറിയതായിട്ടാണോ എന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ തീരുമാനം ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കരസേനാ മേധാവി റാൻഡി ജോർജിനെ ഈ മാസം ആദ്യമാണ് പെന്റഗൺ മേധാവി അവിടെ നിന്നും പുറത്താക്കുന്നത്. വിശദീകരണം കൂടിയേ തീരുമായിരുന്നു എന്നതും ഈ ഒരു നടപടിയുടെ ഭാഗമായിരുന്നു. മാത്രമല്ല ആർമി സെക്രട്ടറി ഡാനിയൽ ആകട്ടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഹെക്സത്തിന്റെ പ്രശ്നങ്ങളാണ് ആ ഒരു രീതിയിൽ പുറത്താക്കപ്പെടലിലേക്ക് നയിച്ചതെന്നതാണ് പിന്നീട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ജനറൽമാരായ ഡേവിഡ് ഹോണ്ടെ അതേപോലെ വില്യം ഗ്രീൻ തുടങ്ങിയവരും ഈ ഒരു അടുത്ത കാലത്ത് തന്നെ അവിടെ പെന്റഗണിൽ നിന്നും പുറത്തുപോയവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. US നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള കപ്പൽ നിർമ്മാണ പരീക്ഷണ നടപടികൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നു എന്നതാണ് ജോണിനെ പുറത്താക്കാനുള്ള ഒരു കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹവും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉൾപ്പെടെയുള്ള പെന്റഗൺ നേതൃത്വവുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. അതേസമയം ഈ ഘട്ടത്തിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റമാണ് ഈ ഒരു പുറത്താക്കൽ അതിന് കാരണമായി തന്നെ പറയുന്നത്. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ അവിടെ മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയെയും ഇപ്പോൾ പടിയിറക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഏപ്രിൽ 8 വെടിനിർത്ത ധാരണ ഉണ്ടായെങ്കിൽ പോലും ഇറാനെ സാമ്പത്തിക ഉപരോധത്തിലേക്ക് നയിക്കാൻ അമേരിക്ക നടത്തിയ ആ ഒരു നീക്കങ്ങളാണ് സ്ഥിതി കൂടുതലായും വഷളാക്കാനുള്ള കാരണമായി പറയുന്നത്. ഇതേ തുടർന്നുകൊണ്ട് ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടുകയും ഇപ്പോൾ കപ്പലുകൾ പിടിച്ചെടുത്തതാണ് ഈ ഒരു പോര് മുറുകാൻ കാരണമായതെന്നും ഇതിനിടയിലാണ് ഇത്തരത്തിൽ നാവികസേനയുടെ തലപ്പത്തെ അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ പുറത്താക്കിയതെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.